നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്, ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ ഭാഗങ്ങളിലൂടെ അവരുടെ പ്രചരണം നടത്തുന്ന കാഴ്ചകൾ നമുക്ക് സുലഭമായിട്ട് കാണാൻ കഴിയും. ഇലക്ഷൻ പ്രചരണത്തിലാണ് പ്രചരണ ക്യാമ്പയിൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു അഭ്യർത്ഥനയും അതോടൊപ്പം ഒരു പദ്ധതി രേഖയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം താങ്കൾക്ക് തന്നെ സമർപ്പിക്കുകയാണ്. താങ്ക് യു. NDAയുടെ താമര അടയാളത്തിൽ. അതെ 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 അതെ. ബിജു സി. അതെ, എല്ലാരും നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് BJP തന്നെ നിൽക്കാൻ തോന്നിയത് ആദ്യമായിട്ട്? BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശയം നമുക്ക് ഏത് മതവിഭാഗത്തിലോ ഏത് ജാതിയിലോ നമ്മുടെ സമൂഹത്തിലോ പ്രവർത്തിക്കാം. പക്ഷെ അതിന് മുകളിൽ നമ്മുടെ മതനിയമങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങൾക്കോ മുകളിലായിട്ട് ഇന്ത്യൻ ദേശീയത എന്നത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു നിബന്ധന. അപ്പൊ ഏറ്റവും കൂടുതൽ മതേതരമായ ഈ കാലഘട്ടത്തിലെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ NDAയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ 5ാം ഡിവിഷനിൽ നമ്മുടെ ഈ ഡിവിഷനിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഡിവിഷനിൽ നമ്മൾ ആദ്യവട്ട സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ പല വീടുകളിലും നമ്മൾ ഒരുപാട് സമയം രാഷ്ട്രീയം സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ നിലയിലെത്തി നിൽക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കുറിച്ചു വെക്കുകയും അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി രേഖയും നമ്മുടെ അഭ്യർത്ഥനയായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മളിപ്പോ കുടിവെള്ളത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഓൾറെഡി 5ാം ഡിവിഷനിൽ ഒരു വാട്ടർ സപ്ലൈ നിലവിലുണ്ടല്ലോ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്നത് ദർശന നഗറിനെ പറ്റിയിട്ടായിരിക്കും അല്ലെ? ദർശന നഗറിൽ നിലവിലെ കുടിവെള്ള പദ്ധതി ഉള്ളതാണ്. 7 വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത്. അത് കുടിവെള്ള പദ്ധതി ഉണ്ട്. പക്ഷേ 7 വീട്ടുകാർക്കുള്ള ഒരു കിണർ മാത്രമാണുള്ളത്. അപ്പം ആ സ്ഥലത്തിന്റെ ഓണർ നമുക്ക് ഒരു കിണർ കുത്താനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറയുകയും അത് നമ്മൾ MB ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കിണർ കുഴിച്ച് ഈ 7 വീട്ടുകാർക്കുള്ള സപ്ലൈ നടത്തി കൊടുക്കാന്നുള്ള ഒരു വാഗ്ദാനമാണ് നമ്മൾ ചെയ്യുന്നത്. നിലവിൽ നമുക്ക് ഓൾറെഡി അവിടെ കുടിവെള്ളത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ എങ്കിലും കൂടെ അത് ശാശ്വതമായിട്ടുള്ളതല്ല. നമുക്ക് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു അഡീഷണൽ പ്രോജക്റ്റ് ആണ്. 5 വർഷമായിട്ടൊരു പിന്നെ കുടിവെള്ള പദ്ധതി ഇവിടെ സ്ഥാപിച്ചിട്ട് അതിനകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷെ പിന്നെ പൈപ്പ് ഇറക്കിയത് പിന്നെ നിലവിൽ അങ്ങ് താഴത്തേക്ക് എത്തില്ല. ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ്. അപ്പൊ പിന്നെ അത് കാരണം എന്താ പറയുക, നമുക്ക് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ 1 മണിക്കൂർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-40 പിന്നെ വീടുണ്ട് ഇവിടെ പൊതുവെ. ആ 40 പിന്നെ വീട്ടില് 1 മണിക്കൂർ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാട്ടാക്ക് വെള്ളമാണ് കിട്ടുന്നത്. ഈ വെള്ളം കൊണ്ട് നമുക്ക് പിന്നെ എവിടെയും എത്തൂല. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. നമ്മുടെ വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് റിപ്പയർ, ഇപ്പൊ നിലവിലുള്ള വീടിന്റെ റിപ്പയറുകൾ ചെയ്യാം, പെയിന്റിങ് ചെയ്യാം. അതുപോലെ തന്നെ പല വീടുകളിലും നമ്മൾ കണ്ട കാര്യം, കൃത്യമായ ഈ പുക പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഇല്ലാണ്ട് അടുക്കളേൻ്റെ ഉള്ളിൽ നിന്ന് വെന്റിലേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് എല്ലാ വീടുകളും കരി മൂടി കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എല്ലാ വീടുകളിലേക്കും നമുക്ക് പുകയില്ലാത്ത അടുപ്പ് വെച്ച് ശാസ്ത്രീയമായ രീതിയിൽ അടുക്കള സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം. അപ്പൊ നമ്മുടെ ഇലക്ഷന്റെ പ്രചരണമാണ്. അപ്പൊ നമ്മളുടെ ഈ പിന്നെ ഉന്നതികളിലേക്കുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വെള്ളം ഏറ്റി ചുമന്നു മടുത്തു ഞങ്ങളും. ഒരു തുള്ളി വെള്ളത്തിന് പുറത്ത് എവിടെ പോയി അവർ കച്ചറ ഉണ്ടാക്കും. അങ്ങനൊക്കെ ഞങ്ങൾ കഴിയുന്നു. പിന്നെ ഒന്നും വാതിലില്ല, അതൊക്കെ പോയി. ജനലില്ല, അതും പോയി. റൂമൊന്നും തേച്ചില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഉറപ്പ് തരാണ്. അപ്പൊ ഈ നമുക്ക് റോട്ട് തന്ന് നമ്മൾ ഇവിടെ കൺസൽ ആവുന്നതോട് കൂടിയിട്ടേ അപ്പൊ ഇതിനുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും കേട്ടോ. ഇതാണ് നമ്മളെ ഉന്നതിയുള്ള ഒരു ബാത്റൂമിന്റെ സ്ഥിതി. ഇത് പഴയൊരു ബെഡ്ഷീറ്റ് കൊണ്ട് മറിച്ചിട്ടുള്ള ഒരു ഡോറാണ്. 99 വെച്ച വീട് ഒരു കൊക്കസാണ്. ഇതാണ് അമ്മയുടെ വീട്. ഇതുണ്ടോ, ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിരിക്കുന്ന പോലെ കരി പിടിച്ച അടുക്കള. വീടിന്റെ ഉമ്മറം പടിയിൽ വരെ നമുക്ക് ഇതേപോലെ കട്ടി കരിയാണുള്ളത്. ഈ പാളയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇവര് വാതിലൊക്കെ അടയ്ക്കുന്നത്. വാതിലിന്റെ ഒരു അവസ്ഥയെന്ന് നോക്കും. അടുക്കള കണ്ട ഒരു ബാത്റൂമൊക്കെ ചെയ്ത് ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ്. പുക പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കരി പിടിക്കുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇത്തവണ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൗൺസിലർ ആയിട്ട് വരണം. അപ്പൊ അതിന് താമര അടയാളത്തില് വോട്ട് ചെയ്യാം, വിജയിപ്പിക്കുക. ഈ വീടിന്റെ ഒക്കെ സ്ഥിതിയാണല്ലേ ഇത്ര കാലായി ഇങ്ങനെ കിടക്കുന്നു. 3 വർഷമായി. അപ്പൊ ഇത്തവണ NDAക്ക്
താമര ചിഹ്നത്തില് ബിജു സി എന്നുള്ള ആൾക്ക് ഞാനാണ് വോട്ട് ചെയ്യുക. അപ്പോൾ ഈ പത്രിക സ്വീകരിക്കുക. ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യുന്നു? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പൂർത്തിയായി അത് നിർവഹിക്കുന്നില്ല. കോൺട്രാക്ടർമാരായാലും അവിടേക്ക് ഞങ്ങൾ താമസിക്കുന്നതാണ്. എനിക്ക് കിട്ടുന്ന പെൻഷനാണ് ഞാൻ വാടക പൈസ കൊടുക്കുന്നത്. വാടകയ്ക്കാണ് ഇതുവരെ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ പെൻഷൻ പൈസ എടുത്തിട്ടാണ് നമ്മൾ വാടക കൊടുക്കുന്നതാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇത്തവണ നമുക്ക് ഈ വാർഡിലെ കൗൺസിലറായിട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഇത്തരമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരമായിട്ട് ആണ് നിൽക്കുന്നത്. എന്തായാലും വളരെ വളരെ നല്ലൊരു ആശയം. കാരണം പൊതുജനങ്ങളിലേക്ക്, പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധി, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വിജയാശംസകൾ. താങ്ക് യു.